മൈ സ്റ്റോറി ഓസ്ട്രേലിയ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ഓണസദ്യ വിളമ്പുന്ന ഷെഫാണ്. ന്യൂ സൗത്ത് വെയിൽസിലെ സിഡ്നിയിൽ ഏറ്റവും കൂടുതൽ കാറ്ററിംഗ് നടത്തുന്ന മലയാളി. അതെ, ജിജോ ഐസക്. ബ്ലൂ മൂൺ എന്ന റെസ്റ്റോറൻറ്റ് ബ്രാൻഡിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ സ്റ്റോറി. വെൽക്കം ടു മൈ സ്റ്റോറി ഇൻ ഓസ്ട്രേലിയ. മൈ സ്റ്റോറി ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. എങ്ങനെ പോകും ബ്ലൂ മൂണിന്റെ ബിസിനസ് ഒക്കെ? ബിസിനസ്സൊക്കെ നല്ലതായിരിക്കുന്നു. അല്ല, എങ്ങനെ ഓണത്തിന്റെ ഒരു തിരക്ക് ശരിക്കും തുടങ്ങിക്കഴിഞ്ഞു? ഓണത്തിന്റെ ആക്ച്വലി ഇപ്പോൾ തിരക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നോർമലി ഓണത്തിനെ സംബന്ധിച്ച് 2 മാസത്തേക്കിന് തിരക്ക് ഉണ്ടായിരിക്കും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നവോദയ സിഡ്നിയുടെ ഒരു സദ്യ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തുള്ള ആഴ്ചകളിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ശനിയും ഞായറും ഓണസദ്യകൾ നടന്ന സമയമാണ്. അപ്പോൾ സിഡ്നിയിൽ ഏറ്റവും കൂടുതൽ ഓണസദ്യ ഒരു വർഷം വിളമ്പുന്നത് ബ്ലൂ മൂണാണെന്ന് അറിയാം. അപ്പോൾ എത്രമാത്രം ഓണസദ്യയാണ് ഓരോ വർഷങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിവിടെ സിഡ്നിയിൽ ഇപ്പോൾ ഒരു 90% ഓണസദ്യ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 5000 ഫുഡ് വരെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതും ഒരു പാർട്ടിയായിട്ടല്ല, പല പാർട്ടികളും ഒരു 8-9 പാർട്ടിയായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഒരു വർഷം നമ്മളിപ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷമൊക്കെ എത്രമാത്രം ഓണസദ്യ ബ്ലൂ മൂണിന് കൊടുക്കാൻ പറ്റി? അതാണ് 90% എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു 20,000 ഒക്കെ വരാറുണ്ട്. 20,000 ഓണസദ്യ നമ്മൾ ഒരു വർഷം കൊടുക്കാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 90% മലയാളികളും നമ്മുടെ ഓണസദ്യയാണ് കഴിക്കുന്നത്. അതെ. ഈ ഓണസദ്യ കൊടുക്കുന്ന സമയങ്ങളിൽ തന്നെ മറ്റുള്ള പാർട്ടികൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ടോ? ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ പാർട്ടികൾ കുറവുള്ള ദിവസം ഒരു 2 സദ്യ 3 സദ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ അടുത്ത പാർട്ടി കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് മാത്രമുള്ളൊരു സ്റ്റാഫിങ്ങും അതിന് മാത്രമുള്ള സെറ്റപ്പ് നമുക്ക് ആയിരുന്നു. 15 വർഷമായിട്ട് നമ്മളിത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പാത്രങ്ങളാണെങ്കിലും മറ്റ് മെഷീനറീസ് ആണെങ്കിലും എല്ലാം നമ്മളിൽ ആവശ്യത്തിനുണ്ട്. ഈ 15 വർഷമായിട്ട് ഈ ഏറ്റവും കൂടുതൽ ഓണസദ്യ വന്നത് ബ്ലൂ മൂണാണ്. ഏറ്റവും കൂടുതൽ മലയാളി ഫുഡ് കഴിക്കാൻ പറ്റുന്നത് ബ്ലൂ മൂണിലാണ്. എന്തുകൊണ്ടായിരിക്കും മലയാളികൾ ഏറ്റവും കൂടുതൽ ബ്ലൂ മൂണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിനുള്ള ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തനി നാടൻ ഫുഡാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 15 വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും മലയാളികൾക്ക് വേണ്ടി ഈ ഓസ്ട്രേലിയ ഇവിടെ സിഡ്നിയിൽ ആദ്യം മലയാളിക്ക് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയത് നമ്മളാണ്. അപ്പോൾ ബ്ലൂ മൂണാണ് ആദ്യം മലയാളികൾക്ക് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ തന്നെയാണ് അന്നും ഇന്നും കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അസോസിയേഷനും മറ്റെല്ലാ സംഘടനകളും നമ്മുടെ അടുത്ത് നിന്ന് എപ്പോഴും ഫുഡിന് വേണ്ടി നമ്മുടെ അടുത്ത് തന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിഡ്നിയിലെ ഒരു 90% അസോസിയേഷൻകാരും ഓണസദ്യ മാത്രമല്ല എല്ലാ പാർട്ടികൾക്കും അതുപോലെ തന്നെ മലയാളികൾ എല്ലാ പാർട്ടികൾക്കും ബ്ലൂ മൂണിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലെ ആളുകൾ ബ്ലൂ മൂണെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റിയും കീപ്പ് ചെയ്യുന്നത് ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ ഇടയ്ക്ക് ഷെഫ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ കിട്ടാത്തൊരു ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലും സാധാരണ റെസ്റ്റോറൻറ്റുകാർക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബ്ലൂ മൂൺ ഫേസ് ചെയ്തിട്ടുണ്ട്? ബിൻഡോ, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, അതുപോലെ പർച്ചേസിങ് ചെയ്യുന്നത്, മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഓൾറൗണ്ടറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടിപ്പം ജോലിക്കാരുടെ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാകാറില്ല. പിന്നെ പൊതുവേ എനിക്കാണെങ്കിൽ നല്ലൊരു ഫ്രണ്ട് സർക്കിളുണ്ട്. അപ്പം എന്താവശ്യങ്ങൾക്കും ഓടി വരുന്ന കുറേ കൂട്ടുകാരാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഡെലിവറിയുടെ കാര്യത്തിനാണെങ്കിലും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒരു വർക്ക് കൂടുതൽ വന്നെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ വരാറില്ല. 15 വർഷം മുമ്പ് ഈ ബ്ലൂ മൂൺ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഒരു ആരംഭം എങ്ങനെയാണ്? അത് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ ഒരു നല്ല പൊറോട്ട കഴിക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പൊറോട്ട കഴിക്കാനായിട്ട് ഞാനൊരു കടയിൽ പോയി പൊറോട്ട വാങ്ങിച്ചു. പക്ഷേ ഒന്നിനും കൊള്ളില്ലായിരുന്നു പൊറോട്ട. അതുപോലെ തന്നെ ഒരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഞങ്ങളൊരു ബിരിയാണി വീണ്ടും കഴിച്ചു. യാതൊരു ബിരിയാണിയുടെ ഒരു നാടൻ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയും കിട്ടിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് പൊറോട്ട ചെയ്യാൻ അറിയായിരുന്നു, വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയ ഫ്രണ്ട്സിനെല്ലാം കൊടുത്തപ്പോൾ എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എന്നാൽ നിങ്ങൾക്കൊരു കട തുടങ്ങരുത്.
അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു കടയെ പറ്റി ആലോചിച്ചു. അങ്ങനെ കട നോക്കി. അങ്ങനെ അപ്പം റണ്ണിങ്ങിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്തത്. ജസ്റ്റ് പാഷന്റെ പുറത്ത് തുടങ്ങിയ ഒരു എൻ്റെ ഒരു വലിയൊരു പാഷനാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ. അപ്പോൾ 15 വർഷമായിട്ട് ഈ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഈ ബിസിനസ് ഒരു പാഷനിൽ നിന്നുണ്ടായതാണെന്ന് പറയാം. അതെ. ഞാനിത് ഈ ഫുഡ് കുക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഇപ്പോഴും എൻജോയ് ചെയ്യാം. ഇത്രയും തിരക്ക് ഇപ്പൊ നമുക്ക് 3 സ്ഥലങ്ങളിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. വെണ്ണൂർത്തുകളിൽ, പെൻഡൽ ഹില്ലിൽ, അതുപോലെ തന്നെ ഹോംബുഷിൽ, പിന്നെ ഒരു ജ്യൂസിൻ്റെ അല്ലെങ്കിൽ നമുക്ക് സ്നാക്ക് ബാറുണ്ട്. ഈ 4 സ്ഥാപനങ്ങൾ റൺ ചെയ്തു പോകുന്ന ഈ തിക്കും തിരക്കിലാണെങ്കിൽ നമുക്ക് മറ്റുള്ള എൻജോയ്മെന്റ്സിനുള്ള ഒരു ഇത് തന്നെ എൻജോയ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ 4 കടയിൽ പോകുമ്പോൾ തന്നെ 4 പേരെ കണ്ടു, 4 കസ്റ്റമറെ കണ്ടു, പല ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു എന്റർടൈൻമെന്റ് വായി കഴിഞ്ഞു. ഇത് തന്നെയാണ് നമ്മുടെ എൻജോയ്മെന്റ്. ഇത് തന്നെയാണ് എൻ്റെ എന്റർടൈൻമെന്റ്. ഇപ്പൊ മകൻ ഒരാള് ഇപ്പോ കൂടെ ഉണ്ട്. മോനും എൻ്റെ കൂടെ ഇപ്പം നല്ലപോലെ സപ്പോർട്ട് ചെയ്തവനും ഇതിന്റെ കടയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവന് കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ടാണ് പുള്ളി പിക്ചറിൽ വന്നു തുടങ്ങിയത്. എന്ന് വെച്ചാൽ പയ്യനായിരുന്നോണ്ട് ഇപ്പം പഠനമൊക്കെ തീരായിട്ടുണ്ട്. അപ്പം പിന്നെ അവനും കൂടി ഇതിനകത്ത് അവനെയും കൂടി ഇനി ആക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഓടിക്കണമെങ്കിൽ എന്നെ കൊണ്ട് തന്നെ പറ്റില്ല. അപ്പൊ ആൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആൾ കുക്ക് ചെയ്യുന്നുണ്ടോ? കുക്ക് ചെയ്യുന്നില്ല, മറ്റ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ മാത്രം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ബ്ലൂ മൂണിന്റെ പുതിയ പ്ലാനുകൾ എന്തെങ്കിലും ഉണ്ടോ ഈ വർഷത്തേക്ക്? ഈ വർഷത്തേക്ക് വലുതായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം ഈ വർഷമാണ് നമ്മുടെ ബ്ലൂ മൂൺ കഫ ഈ വർഷം തുടങ്ങിയത്. അതുപോലെ തന്നെ ബ്ലൂ മൂണിൻ്റെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അതും ഈ വർഷമാണ് തുടങ്ങിയത്. അപ്പം ഈ വർഷത്തേക്കുള്ള പ്ലാൻ തന്നെ. ഇനി അടുത്ത വർഷത്തേക്കിനും എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അടുത്ത വർഷത്തേക്ക് പുതിയ ബ്രാഞ്ച് അല്ലെങ്കിൽ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഫുഡായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരാൻ സാധ്യത? പുതിയൊരു ബ്രാഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മലയാളികൾ അല്ലാതെ നോൺ മലയാളീസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ്, ഓസ്ട്രേലിയൻസ് അങ്ങനത്തെ ആളുകളുടെ പാർട്ടീസ് കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഉണ്ട്, വളരെയധികം വരുന്നുണ്ട്. അതായത് നമുക്ക് നോർത്ത് ഇന്ത്യൻസിൻ്റെ പാർട്ടികൾ അധികം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തമിഴ്ക്കാരുടെ ഫുഡ് ഇവിടെ അധികം ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ മലയാളികളുടെ, പിന്നെ ഓസ്ട്രേലിയൻസ് ഉണ്ട്, അവരോട് നമ്മൾ ഫുഡ് എടുക്കാറുണ്ട്. ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ഫങ്ഷൻസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ആളുകൾ പോയി ഫങ്ഷൻ ചെയ്യുന്ന പരിപാടികൾ കുറച്ചിട്ട് ഇപ്പോൾ മാമോദിസയും കല്യാണങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബ്ലൂ മൂണിന് അത്തരത്തിലുള്ള വലിയ വലിയ ഫങ്ഷനുകൾ ചെയ്യാനായിട്ട് ഉള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ടോ? മിനിറ്റോ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം മുന്നേ കിട്ടിയാൽ മതി 1000, 500, 1000 പേര് പാർട്ടി എനിക്ക് പിറ്റേ ദിവസം കൊടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 3 കടയ്ക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് സാധനങ്ങളുടെ കപ്പാസിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് എത്ര വലിയ പാർട്ടി വന്നാലും എനിക്ക് പിറ്റേ ദിവസം വേണേലും കൊടുക്കാൻ പറ്റും. ഇപ്പം തന്നെ ഒരു 3 വെഡിങ് ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഞാൻ നടത്തിയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഗോൾഡ് ലൈസൻസ് ഞാനും ഒരാൾ കൂടെ ഷെയർ എടുത്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. അപ്പം പുള്ളിക്കാരനാണ് എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വെഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇപ്പോൾ ഏത് വെന്യൂ പറഞ്ഞാലും നമ്മളവിടെ പോയി വെഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇനി ബ്ലൂ മൂണിന്റെ വ്യത്യസ്തമായ രുചികൾ നമുക്ക് പരിചയപ്പെടാം വിത്ത് കിരൺ ജെയിംസ്. ജിജോ ചേട്ടാ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജിജോ ചേട്ടൻ്റെ ബ്ലൂ മൂൺ വെൻഡ്വർത്തുകൾ റെസ്റ്റോറൻറ്റിലാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇവിടെ പഴംപൊരി ഉണ്ട്, പഫ്സ് ഉണ്ട്, അപ്പോൾ അങ്ങനെ ചെറുകടികളൊക്കെ ഉണ്ടല്ലേ നിരവധി? ഉണ്ട്. നമുക്കിവിടെ പഫ്സ് ഉണ്ട്, ബനാന ഫ്രൈ ഉണ്ട്, സമോസ ഉണ്ട്, ഫ്രഷ് നെയ്യപ്പം ഉണ്ട്, നമ്മുടെ ഉണ്ടംപരി ബോണ്ട ഉണ്ട്, ഉഴുന്നുവടയുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്. കട്ട്ലറ്റൊക്കെ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട്. ഇപ്പോൾ 5 മണിയാകുമ്പോഴത്തേന് വീണ്ടും ആൾക്കാർ ഇപ്പോൾ വരാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ അതിലേക്കുള്ള തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട് വില നിലവാരമൊക്കെ എങ്ങനെയാണ്? വില നിലവാരം എന്ന് വെച്ചാൽ പഫ്സ് $3, ബനാന ഫ്രൈ $3.50, സമോസ $1.50, അതുപോലെ തന്നെ നെയ്യപ്പം $2. നമ്മുടെ ഈ നാടൻ ഫീല് കിട്ടുന്ന ഇലയുടെ അടക്കമുണ്ട്. ഇലയുടെ ഇതിപ്പോൾ ഏതാണ്? ഇതിപ്പം നമ്മൾ മധുരം വെച്ചതുള്ളതാണ്. ഇതുകൂടെ ജാക്ക് ഫ്രൂട്ടിൻ്റെതും ഉണ്ട്, സാധാരണയുള്ളതും ഉണ്ട്. പിന്നെ ഇതുകൊണ്ട് നമ്മളെ കൊഴുക്കട്ടയുണ്ട്. ചേട്ടാ ഇതിപ്പം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇത് ടേക്ക് അവേ ആണോ ഈ കൗണ്ടർ? ഇതിപ്പം ടേക്ക് അവേ കൗണ്ടർ ആണോ? എത്രമാത്രം ഐറ്റംസ് ഉണ്ട്? നമ്മൾ നാടൻ, നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്ന മലയാളികൾ അല്ലെങ്കിൽ മലയാളികളല്ലാത്ത കസ്റ്റമേഴ്സ് അവരൊക്കെ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനോട് വളരെ അടുത്തിട്ടുള്ള, വെൻഡ്വർത്തുകൾ റെയിൽവേ സ്റ്റേഷനോട് വളരെ അടുത്തിട്ടുള്ള ഒരു ഷോപ്പാണല്ലോ ഇത്. അപ്പോൾ ഇവിടെ
എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇത് ടേക്ക് അവേ മാത്രമാണോ ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്? അപ്പം നമുക്ക് ഇവിടെ അത്യാവശ്യം ഒരു 45 ഐറ്റംസോളം ഫുഡുകൾ ഇവിടെ ഉള്ളത്. അതിനകത്തൊരു 30 ഐറ്റംസോളമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനകത്തൊരു 30 ഐറ്റം ഇടാനുള്ള സൗകര്യം നമുക്കുള്ളൂ. അത് കൂടുതൽ ആൾക്കാരും ടേക്ക് വേണം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി അല്ലാക്കാട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കണവയുണ്ട്, അതുപോലെ തന്നെ ഞണ്ടുണ്ട്, അതുപോലെ തന്നെ മാനുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം കപ്പ ബിരിയാണികളെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അലാക്കാട്ട് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാക്കിയിടാറില്ല. ഡിസ്പ്ലേ വെച്ചിട്ടില്ല. ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 30 ഐറ്റംസോളം ഫുഡുകളാണ് വെച്ചിരിക്കുന്നത്. അതായത് സാധാരണ തീയലുകൾ, അവിയൽ, കറികൾ, നമ്മുടെ സാധാരണ എല്ലാം ചോറും കറികളും കഴിക്കുന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക് കഴിക്കാനുള്ള കറികളെല്ലാം ഉണ്ട്. ബ്രെഡിനും മറ്റുള്ളവരോട് കഴിക്കാനുള്ള എല്ലാ കറികളും ഉണ്ടാക്കും. നമുക്ക് കേരളത്തിൽ കിട്ടുന്ന നാടൻ വിഭവങ്ങൾ ഇപ്പോൾ ഒരു 40ഓളം ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 40ഓളം ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന അതേ കാര്യങ്ങൾ എല്ലാ ഡിഷസ് എല്ലാം ഇവിടെ കിട്ടുമെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ വ്യത്യസ്തമായിട്ട് എന്താണുള്ളത്? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ തനതായ കങ്കാരു, അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ മാനുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് വ്യത്യസ്തമായിട്ട്? നമുക്കിപ്പോൾ ഇവിടെ ലഭ്യമാകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ കങ്കാരു കിട്ടാറുണ്ട്, മാൻ കിട്ടാറുണ്ട്, പിന്നെ വൈൽഡ് ബോറുണ്ട്, പിന്നെ ക്രൊക്കഡൈലുണ്ട്. ഇതെല്ലാം നമ്മൾ എല്ലാ ആഴ്ചകളിൽ മാത്രമേ ഉള്ളൂ. എല്ലാ ഐറ്റംസും എല്ലാ ആഴ്ചയിലും കാണില്ല. 2 ഐറ്റം വെച്ച് എപ്പോഴും എല്ലാ ആഴ്ചയിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. റാബിറ്റ് ഉണ്ട്, ക്രോക്കഡൈൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യാനുസരണം ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് നേരത്തെ എല്ലാം റെഡി ആയിട്ട്. ഓക്കെ. ഇതിപ്പം നമ്മൾ പുതിയതായിട്ട് ഇവിടെ നമുക്ക് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ കോഫി ഷോപ്പാണിത്. ഇതിപ്പം നമുക്കിപ്പം നമ്മുടെ നാടൻ കോഫി, നാടൻ ചായ, നമ്മളതുപോലെ തന്നെ ഫിൽറ്റർ കോഫി, ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ബാക്കിലേക്ക് നമ്മൾ എടുക്കുന്നത് ഇപ്പം ജ്യൂസ് കൗണ്ടറാണ്. ജ്യൂസ്, ഷേക്ക്, ഫലൂഡ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചേട്ടാ, ഇതിപ്പം പുതിയതായിട്ട് സെറ്റ് ചെയ്ത സെക്ഷനാണ് വെന്റൂർത്തുള്ള. അപ്പോൾ ഇതിപ്പോൾ ബുഫേ കൗണ്ടറാണ്. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ചെയ്യാൻ ഇതിപ്പോൾ ഞാൻ ചില വ്യത്യസ്തമായിട്ട് കുറേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ചേമ്പ്, കാച്ചിൽ, ചീനിക്കിഴങ്ങ്, അതുപോലെ നമുക്കിങ്ങനെ പുഴുക്ക് വർഗ്ഗങ്ങൾ കുറേയെല്ലാം ഇതിനകത്ത് ചേർക്കുകയാണ്. അതുപോലെ തന്നെ കപ്പ ബിരിയാണി, നമ്മുടെ സാദാ ബിരിയാണി, പൊറോട്ട, ചിക്കൻ കറി, അതിങ്ങനെ ഒരൊറ്റ സെക്ഷൻ. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ നാടൻ ചോറും കറിയും, എല്ലാ ചോറും കറികളും നമുക്കിപ്പം സദ്യയുടെ എല്ലാ പെട്ടങ്ങളും ഇതെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് $25. അത് സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാനായിട്ട്. ഏത് ടൈമിംഗ് എങ്ങനെയാണ്? ലഞ്ച് മാത്രം? ലഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് ആദ്യം ഇപ്പം ലഞ്ച് അങ്ങനെ പോകുന്ന നോക്കിയിട്ട് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കൂടി ചെയ്യാൻ. അപ്പോൾ ഈ ആഴ്ച തുടങ്ങും? ഈ ആഴ്ച തുടങ്ങും. ഓക്കെ. അപ്പോൾ അത് വളരെയധികം മലയാളികൾക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചേമ്പ്, ചേന, കപ്പ ബിരിയാണി അതെപ്പോഴും ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഈ ഐറ്റം തന്നെ മാറിക്കൊണ്ടിരിക്കും. എല്ലാ ആഴ്ചയിലും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. മാറിക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശിച്ചാൽ ഐറ്റംസ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഒരു റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഫീൽ വരത്തില്ല. എല്ലാ ആഴ്ച വന്നാലും പുതിയതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. വിലയാണെങ്കിലും വളരെ റീസണബിൾ ആണ്. അൺലിമിറ്റഡ് ചീപ്പായിട്ടാണ്. പുതിയതായിട്ട് തുടങ്ങിയ ഈ ഒരു സെക്ഷനിൽ ധാരാളം ഡൈനിങ് സ്പേസ് കാണുന്നുണ്ട്. എത്ര പേർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും? നമുക്കിപ്പോൾ 50 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി നമുക്കിപ്പോൾ നിലവിലുള്ളത്. 50 പേർക്ക് ഇരിക്കാം. അപ്പം ഈ ബുഫേ സെറ്റപ്പ് ഒക്കെ വരുമ്പം എത്ര പേര് വന്നാലും ഏകദേശം എടുക്കാം. പിന്നെ അങ്ങേപ്പുറത്തെ സെക്ഷനിലാണെങ്കിലും 10 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ 10-15 പേർക്കുള്ള ഇരിക്കാൻ പറ്റും. ഇവിടെ ഒരു 50 പേർക്ക് ഇരിക്കാം. പിന്നെ എല്ലാവർക്കും ഈ ബുഫേ ഉപയോഗിക്കാം. ഇതല്ലെങ്കിൽ അപ്പുറത്തെ സെക്ഷനിൽ നിന്ന് അവിടുന്ന് കറികൾ ചൂസ് ചെയ്യാം. ചെന്നിട്ട് സാധാരണ താലിക്ക് അല്ല ചോറും കറിക്ക് വേണ്ടിയതാണ് ഏത് ഐറ്റം വേണമെങ്കിലും അവിടുന്ന് ചൂസ് ചെയ്താലും ഇവിടെ അതെല്ലാം കൊടുക്കും. ഓക്കെ. അപ്പോൾ 2 സെക്ഷനായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെതായ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ടേക്ക് അവേ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ക്രൗഡ് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സുഖമായിട്ട്. അപ്പോൾ ജിജുചേട്ടാ മൈ സ്റ്റോറി ഇൻ ഓസ്ട്രേലിയ എന്ന പരിപാടിയിൽ വളരെ സക്സസ്ഫുള്ളായ സ്വന്തം സ്റ്റോറി പങ്കുവച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ബ്ലൂ മൂണിൻ്റെ പുതിയ എല്ലാ പരിപാടിക്കും പ്രത്യേകം ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.